വിശുദ്ധ ഇസ്ലാമിനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു സഹാബിയുടെ ചരിത്രമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഉപ്പാക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു, ഏറ്റവും ഇഷ്ടം എന്നോടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വിടാറില്ല. എൻ്റെ ഉപ്പയാണെങ്കിൽ നാട്ടിലെ വലിയ പ്രധാനപ്പെട്ട ആളും. അവിടെ അഗ്നി ആരാധനയാണ് അവിടുത്തെ ആരാധന രീതി. അപ്പോൾ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയുണ്ട്, അത് കത്തിക്കുന്ന ആളാണ് എൻ്റെ ഉപ്പ. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഒരാവശ്യത്തിനും പുറത്തേക്ക് പോകാറില്ലാത്തത് കൊണ്ട് ഞാനാണത് കൃത്യമായി ചെയ്തു വന്നത്. ഒരു ദിവസം എൻ്റെ ഉപ്പാക്ക് വീട്ടിൽ കുറച്ച് ആവശ്യങ്ങളുമൊക്കെ ആയി പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഉപ്പാക്ക് കുറച്ച് ദൂരത്ത് കുറച്ച് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചു. ഞാൻ ആ ഭൂമിയിലേക്ക് യാത്ര നടന്ന് അങ്ങനെ പോകുമ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് ആൾക്കൂട്ടം കണ്ടു. ഒരു കെട്ടിടവും ഒരാൾക്കൂട്ടം കണ്ടു. എന്താണ് കാര്യം എന്നറിയാൻ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കനീസയാണ്, ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ്. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. ഞാൻ അവരുടെ കൂടെ അന്ന് രാത്രി മുഴുവൻ, അന്ന് വൈകുന്നേരം വരെ. എൻ്റെ ഉപ്പ എന്നെ അന്വേഷിച്ച് പല ആൾക്കാരെയും പല വഴിക്ക് അയച്ചു. ഞാൻ വൈകുന്നേരമായപ്പോൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഉപ്പ പറഞ്ഞയച്ച സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. വഴിയിൽ കണ്ട കനീസയിൽ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മടങ്ങിയെത്തിയതാണ്. എന്നോട് ഉപ്പ ചോദിച്ചു, എവിടെയാ പോയത്? ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ക്രിസ്ത്യാനിയുടെ ഒരു പള്ളിയിൽ ചെന്നു, അവിടുത്തെ ആരാധനാകർമ്മങ്ങളൊക്കെ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു, കൊള്ളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു, പൂർവികരായി നമ്മൾ ആരാധിച്ചു വന്നിരുന്ന ഒരു ആരാധനാ രീതിയുണ്ട്, അത് വിട്ടിട്ട് വേറൊന്നും സ്വീകരിക്കാൻ പാടില്ല, നമ്മളുടെ വിശ്വാസം തന്നെയാണ് ശരിയായ വിശ്വാസം എന്നൊക്കെ എന്നെ ഉപദേശിച്ചു. പക്ഷെ എൻ്റെ മനസ്സിലേക്ക് ക്രിസ്തു മതം കയറിയിരുന്നു. ഞാൻ ആ മതത്തെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ഉപ്പ എന്നെ പിടിച്ച് കെട്ടിയിട്ടു വീട്ടിൽ, പുറത്തേക്ക് ഇറങ്ങാതെ. എന്നാലും രഹസ്യമായി ചില ബന്ധങ്ങൾ എനിക്ക് പുറത്തേക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചു, നിങ്ങളുടെ മതം ആൾക്കാർ കൂടുതലുള്ള സിറിയയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ വിവരം എനിക്ക് രഹസ്യമായിട്ട് തരണം. അങ്ങനെ ഒരു ദിവസം രഹസ്യമായി ഒരാൾ വന്ന് എനിക്ക് വിവരം തന്നു, സിറിയയിൽ നിന്നും ഒരു സംഘം ആൾക്കാർ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവർ മടങ്ങിപ്പോകുന്ന സമയത്ത് തന്നെ വിവരം അറിയും. അങ്ങനെ മടങ്ങിപ്പോകുന്ന സമയമായപ്പോൾ ഞാൻ കാലിലെ കെട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കി ആ സംഘത്തോടൊപ്പം ചേർന്ന് നേരെ സിറിയയിലേക്ക്. സിറിയയിൽ അവിടെ എത്തി ഒരു പാതിരിയുടെ അടുക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തീരെ അഭിപ്രായമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം നാട്ടുകാരോട് സക്കാത്ത് കൊടുക്കാൻ പറയും, അദ്ദേഹം അതെല്ലാം വാങ്ങി സ്വന്തമായിട്ട് സൂക്ഷിച്ചു വയ്ക്കും, സാധുക്കൾക്ക് കൊടുക്കാറില്ല. ഇദ്ദേഹത്തിൻ്റെ രീതിയോട് എനിക്ക് തീരെ ഇഷ്ടം തോന്നിയില്ല. എന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ നിന്നു. കുറച്ച് നാളായി അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച ആളല്ല ഇയാൾ, നിങ്ങൾ കൊടുത്ത പൈസ എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, എന്താണ് അതിൻ്റെ തെളിവ്? ഞാൻ പറഞ്ഞു, ദാ ഇന്ന സ്ഥലത്ത് പാത്രം നിറയെ നിങ്ങൾ കൊടുത്ത സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അവർ പോയി നോക്കുമ്പോൾ 7 പാത്രം നിറയെ സ്വർണവും വെള്ളിയും, വലിയ പാത്രത്തിൽ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടെ കൂടി അദ്ദേഹത്തെ കബറടക്കണ്ട, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെയാണെങ്കിലും കുരിശിൽ തറഞ്ഞ് അതിൽ എറിയണം എന്നുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞുപോയി. ശേഷം അടുത്തൊരാൾ അതേ കനീസയിൽ, അതേ
ചർച്ചിൽ വന്നു. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം നല്ലൊരാളെ അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അത്ര നല്ല സദ്വൃദ്ധനായ ഒരാൾ. ഞാൻ അദ്ദേഹത്തോടൊപ്പം വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ അദ്ദേഹത്തോടൊപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ മരണസമയമായപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഞാൻ വളരെയേറെ സ്നേഹിച്ചു, നിങ്ങളുടെ ജീവിത രീതികളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ ഇനി നിങ്ങളെപ്പോലെ ആരുണ്ട് ശരിയായ വിശ്വാസം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവിടെ പരിസരത്ത് ആരുമില്ല, മൂസിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്, അദ്ദേഹത്തോടൊപ്പം താമസിക്കും. ഞാൻ നേരെ മൂസിൽ എന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം വളരെ പ്രായാധിക്യത്തിലാണുള്ളത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ കുറേ നാളുകൾ ചൂട്ടി. അങ്ങനെ അദ്ദേഹവും മരണസമയമായിപ്പോൾ ഞാൻ അദ്ദേഹത്തോടും ചോദിച്ചു, ശരിയായ ഈസാ നബിയുടെ മതത്തിൻ്റെ വിശ്വാസത്തിൽ കഴിയുന്ന ആൾ ആരാണ് ഇനിയുള്ളത്? അപ്പോൾ പറഞ്ഞു, നസീബീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തൊരാളുണ്ട്, എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പോയി പറഞ്ഞാൽ മതി. ഞാൻ അവിടെയും ചെന്നു. ദീർഘമായ സഞ്ചാരങ്ങളാണ്, സത്യമന്വേഷിച്ചു കൊണ്ടുള്ള നിരന്തരമായ യാത്രയാണ്. നസീബീനിലെത്തി. അവിടുത്തെ ആളും വളരെ വൃദ്ധനായ അവസ്ഥയിലാണ്. അദ്ദേഹത്തോടൊപ്പം ഞാൻ കുറേ നാൾ കഴിച്ചു. അദ്ദേഹം മരണപ്പെടാനായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി ആരുണ്ട് ഇതുപോലെ നിങ്ങളെപ്പോലെ ഒരാൾ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമൂരിയ എന്ന സ്ഥലത്ത് ഒരാളുണ്ട്, നിങ്ങൾ അവിടെ ചെല്ലണം. ഞാൻ അങ്ങോട്ടും പോയി. അവിടെ ചെന്നു. അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹം ഒരു ക്രിസ്തു മത പണ്ഡിതനാണ്, അദ്ദേഹത്തോടൊപ്പം ഞാൻ കുറച്ച് നാളെ കഴിച്ചുകൂട്ടി. അദ്ദേഹവും മരണസമയപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെല്ലാം പ്രായ സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. മരണസമയം ചോദിച്ചു, ഇനി ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി നിനക്ക് പോകാൻ പറ്റിയ ഒരിടവുമില്ല. ഇനി ഒരു അന്ത്യപ്രവാചകന്റെ കാലം അടുത്തിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം അറേബ്യൻ നാടിലാണ് വരുന്നത്. അദ്ദേഹം സ്വന്തം നാട് വിട്ട് യാത്ര ചെയ്തെത്തുന്നത് ഈന്തപ്പനകൾ ഒരുപാടുള്ള ഒരു ഭൂപ്രദേശത്തായിരിക്കും എന്ന് അദ്ദേഹം എനിക്കൊരു ചെറിയ ലക്ഷണം പറഞ്ഞു. അതിനോടൊപ്പം അദ്ദേഹം സക്കാത്തിൻ്റെ മുതൽ ഭക്ഷിക്കാത്ത ആളായിരിക്കും. ഹദിയ, സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്യും. അതുപോലെ അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ഒരു പ്രത്യേകമായ അടയാളം ഉണ്ടാവും. പ്രവാചകത്വ പരിസമാപ്തിയുടെ അടയാളവും അദ്ദേഹത്തിൻ്റെ മുതുകുഭാഗത്തുണ്ടാവും. ഇത്രയും 3 ലക്ഷണങ്ങൾ എനിക്ക് പറഞ്ഞു. ഞാൻ അവിടെ നിന്നും മക്കയിൽ നിന്ന് വന്ന ഒരു കച്ചവട സംഘത്തോടൊപ്പം അവരൊക്കെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, എന്നെ നിങ്ങളുടെ കൂടെ നിങ്ങൾ മക്കയിലെത്തിക്കണം. എൻ്റെ കയ്യിൽ കുറച്ച് ആടുകളുണ്ട്, കുറച്ച് പശുക്കളുമുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ മക്കയിലെത്തിച്ചെന്നാൽ മതി, അറേബ്യയിലെത്തിച്ചെന്നാൽ മതി. അങ്ങനെ അവരെന്നെയും കൂട്ടി കുറേ ദീർഘമായ യാത്രകൾ ചെയ്തു. അറേബ്യയുടെ പരിസരത്തെത്തി. സ്ഥലവേതാണെന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ അവർ എന്നെ ഒരു ജൂതന് വിറ്റു. ഞാൻ അങ്ങനെ അടിമയായി. ആ ജൂതൻ്റെ തോട്ടത്തിൽ ഞാൻ പണി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹത്തിനൊരു ബന്ധു വന്നിട്ട് ഞാൻ നന്നായി പണിയെടുക്കുന്നത് കണ്ടപ്പോൾ എന്നെ വിലയ്ക്ക് വാങ്ങി. അദ്ദേഹം എന്നെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി. ആ നാട് ഈന്തപ്പനകൾ ധാരാളമുള്ളൊരു നാടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ, ഞാൻ അന്വേഷിച്ച സ്ഥലത്ത് എത്തി എന്നൊരു പ്രതീക്ഷ എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ ആ മനുഷ്യൻ്റെ അടിമയായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു ഈന്തപ്പനയുടെ മേലെ ഞാൻ നിൽക്കുമ്പോൾ അയാളുടെ ഒരു ബന്ധു വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മദീനയുടെ കാര്യം വളരെ മോശമാണ്, ഖുബായിലൊരു പുതിയ ആൾ വന്നിരിക്കുന്നു, അയാളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഖുബായിലെത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നുണ്ട്. സൽമാൻ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ച് നടന്ന കാര്യം കിട്ടി എന്ന സന്തോഷം കൊണ്ട് ഞാൻ പിടിവിട്ട് താഴെ വീഴുവോ എന്ന് വരെ ആശങ്കിച്ചു പോയി ഈന്തപ്പനയുടെ മേലെ. ഞാൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോൾ എൻ്റെ ഉടമയുണ്ട് അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിനക്കെന്താ ഇതിൽ കാര്യം എന്ന് പറഞ്ഞ് എന്നെ അടിച്ച് അവിടെ നിന്ന് ഓടിച്ചു.
പക്ഷേ ഖുബായിലെത്തണം, റസൂലിനെ കാണണം. ഞാൻ മനസ്സിൽ തീരുമാനം, ഞാൻ എൻ്റെ യജമാനൻ അറിയാതെ ഖുബായിലേക്ക് പോയി. അപ്പോൾ അവിടെ പറയപ്പെട്ട വ്യക്തിയുണ്ട്. ഞാൻ ആദ്യം കുറച്ച് ഈന്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു. ഇത് സക്കാത്തിൻ്റെ മുതലാണ്, നിർബന്ധ ദാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈന്തപ്പഴമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹം കൂടെ ഉള്ളവരോടെല്ലാം കഴിച്ചോളം പറഞ്ഞു. അദ്ദേഹം കഴിച്ചില്ല. അപ്പം ഞാൻ അന്ന് മറ്റേ പണ്ഡിതൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വന്നു, ഒരടയാളമായി. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഈന്തപ്പഴം കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ വക നിങ്ങൾക്ക് സംഭാവനയാണ്. അപ്പോൾ അദ്ദേഹവും അത് കഴിച്ചു, ബാക്കിയുള്ളവർക്കും കൊടുത്തു. രണ്ടാമത്തെ ലക്ഷണമായി. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മുതുക് കാണണം എനിക്ക്. അങ്ങനെ നോക്കി. ഇത് കണ്ടപ്പോൾ പ്രവാചകനിക്ക് മനസ്സിലായി എൻ്റെ ഉദ്ദേശം എന്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിലിട്ടിരുന്ന വസ്ത്രം മാറ്റി അദ്ദേഹം പറഞ്ഞ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ ഞാൻ കണ്ടു. ആ സമയം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്ലേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നാളുകളായി അന്വേഷിക്കുന്ന ഒരു സത്യത്തിലേക്ക് ഇന്നാണ് ഞാൻ എത്തിച്ചേരുന്നത് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വളരെ ദീർഘമായി, വളരെ കൃത്യതയോടുകൂടി മദീനയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് കണ്ട ആ സംഭവം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്ന സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടാണ് അദ്ദേഹം വിശദമായി ഇത് പറയുന്നത്. ഞാൻ ഇപ്പോൾ നിന്നോട് പറഞ്ഞു തന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും എൻ്റെ ജീവിതയാത്രയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടു കൂടി അതെല്ലാം കേട്ടിരുന്നു. അങ്ങനെ ഒരു വലിയ ദീർഘമായ അന്വേഷണത്തിലൂടെ വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ച, വലിയ സേവനങ്ങൾ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത വലിയ ബുദ്ധിമാനും വലിയ പണ്ഡിതനും അതിനോടൊപ്പം തന്നെ ലൗകികമായ വിരക്തി ഉണ്ടായിരുന്ന, ജീവിതത്തിലൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടായിരുന്ന ഒരു മഹാനായ സഹാബിയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുറെ മുതൽ വീതം വെച്ച് കൊടുത്തു സഹാബാക്കൾ. വസ്ത്രമാണ്, വസ്ത്രം വീതം വെച്ച് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ പൂർണ്ണമായ ഒരു ജോഡി വസ്ത്രമില്ല. ചിലർക്ക് ഉടുക്കാനുള്ളത് കിട്ടി, ചിലർക്ക് ധരിക്കാനുള്ളത് കിട്ടി. പിറ്റേ ആഴ്ച മിമ്പറിൽ ഉമർ റളിയല്ലാഹു അൻഹു കയറിയപ്പോൾ രണ്ട് പൂർണ്ണമായ ഒരു ജോഡി ഡ്രസ്സ്, പുതിയത് വീതം വെച്ചതിൻ്റെ പൂർണ്ണമായ ഒരു ജോഡി ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയത്. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ് അലാ തസ്മഊൻ, ജനങ്ങളെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ലേ? സൽമാൻ അൽ ഫാരിസി എഴുന്നേറ്റെന്ന് പറഞ്ഞു, ലാ നസ്മഅ, നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വീതം വെച്ച വസ്ത്രം പൂർണ്ണമായ ഒരു ജോഡി എല്ലാവർക്കും കിട്ടിയിട്ടില്ല. നിങ്ങളൊരു പൂർണ്ണ ജോഡി ധരിച്ചാണ് നിൽക്കുന്നത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്നറിയണം, അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ വർത്തമാനം കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്ന മകൻ അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുള്ള, ഞാൻ ഉടുത്തിരിക്കുന്ന ഈ മുണ്ട് നിൻ്റെതാണ് എന്ന് നീ ഒന്ന് തുറന്ന് പറയണം. അബ്ദുല്ലാഹ് ഉമർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എൻ്റെ ഉപ്പ ഉടുത്തിരിക്കുന്ന മുണ്ട് എനിക്ക് ആ ഓഹരിയിൽ നിന്ന് കിട്ടിയത്. അത്രമേൽ കൃത്യത. അമീറുൽ മുഅ്മിനീനെ പൊതുവേദിയിൽ, പൊതുസദസ്സിൽ ചോദ്യം ചെയ്യാനും മാത്രം ധൈര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു. 5000 ദിർഹമാണ് അദ്ദേഹത്തിന് വരുമാനമുണ്ടായിരുന്നത്. അദ്ദേഹം മദായിൻ എന്ന പ്രദേശത്ത് ഭരണപരമായ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ്. 5000 വെള്ളി നാണയം ഒരു മാസം കിട്ടുന്ന അദ്ദേഹം
അത് മുഴുവൻ സദഖ ചെയ്യുമായിരുന്നു. എന്നിട്ട് പണിയെടുത്ത് അതുകൊണ്ട് കിട്ടുന്ന പൈസക്ക് വേറെ ജോലി ചെയ്ത് അതുകൊണ്ട് കിട്ടുന്ന പൈസക്കാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതുപോലെ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ പത്തിരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പത്തിരി റൊട്ടി, അത് തിന്നാനുള്ള ആഹാരം പാചകം ചെയ്തു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പാചകം ചെയ്യുന്നത്? നിങ്ങൾ അമീറാണ്, നാടിൻ്റെ അമീറാണ്, നിങ്ങൾക്ക് സേവകരില്ലേ, ഹാദിമീങ്ങളുണ്ടാവണം. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്ന് എൻ്റെ പാചകക്കാരനെ വേറൊരു ജോലി ഏൽപ്പിച്ചൊരു വഴി. ഒരാളെ കൊണ്ട് ഒരു ദിവസം 2 ജോലി ചെയ്യിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഞാൻ ഇന്ന് ചെയ്തു, എൻ്റെ ജോലി അദ്ദേഹം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ സാധാരണക്കാരനായ ഒരു സേവകന്റെ കാര്യത്തിൽ പോലും ബാധ്യതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു ദിവസം ദജ്ല നദിയുടെ സമീപത്തൂടെ നടന്നു പോകുമ്പോൾ കൂടെയുള്ള ആള് ദജ്ല നദിയിൽ നിന്ന്, ദജ്ല എന്ന് പറഞ്ഞാൽ ടൈഗ്രീസ് നദിയിൽ നിന്നും വെള്ളം കുടിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ചുകൂടെ കുടിക്കാം. അദ്ദേഹം വീണ്ടും കുടിച്ചു, കുറച്ചുകൂടെ കുടിക്കാം പറഞ്ഞ് വയറ് നിറഞ്ഞു, ദാഹം തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെയാണ് അറിവ്. എത്ര പഠിച്ചാലും പഠിക്കാനുള്ളത് പിന്നെയും പഴയതുപോലെ ബാക്കിയുണ്ട്. നീ ഇത്ര വയറ് നിറച്ച് കുടിച്ച് ഇതിൻ്റെ ദാഹം മുഴുവൻ തീർന്നിട്ടും ആ ടൈഗ്രീസ് നദിയിലെ വെള്ളം അതുപോലെ കിടക്കുന്നുണ്ടല്ലേ, ഇതുപോലെയാണ് അറിവ്. എത്ര നമ്മൾ പഠിച്ചാലും അത് തീരുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം സാന്ദർഭികമായ ഒരു ഉപദേശം കൊടുത്തു. സൽമാൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അക്സറുൻ നാസി ദുനൂബൻ യൗമൽ ഖിയാമത്തി അക്സറുഹും കലാമൻ ഫി മഅസിയത്തി. കുറ്റകരമായ കാര്യങ്ങൾ സംസാരിക്കുന്നവരായിരിക്കും പരലോകത്ത് ഏറ്റവും വലിയ പാപിയായി അള്ളാഹുവിന്റെ അടുക്കൽ വരിക. അദ്ദേഹം പറയുന്നുണ്ട്, 3 കാര്യം കാണുമ്പോൾ എനിക്ക് ചിരി വരും, 3 കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലും വരും. ചിരി വരുന്ന 3 കാര്യങ്ങൾ: മരണം പിറകെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും സ്വപ്നം കാണുന്ന, ദുനിയാവിനെ സ്വപ്നം കാണുന്ന മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. അങ്ങനെ മരിക്കുമെന്ന് കാര്യം അറിയാം, എന്നിട്ടും വലിയ ദുനിയാവിയായ സ്വപ്നം കാണുന്ന മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. അതുപോലെ മരണം ഇയാളെ മറന്നിട്ടില്ല, പക്ഷേ മരണത്തെ മറന്ന് ജീവിക്കുന്ന ആളെ കാണുമ്പോഴും എനിക്ക് ചിരി വരാറുണ്ട്. അതുപോലെ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. അള്ളാഹു അവനോട് ഇഷ്ടത്തിലാണോ ദേഷ്യത്തിലാണോ എന്ന് അയാൾക്കറിയില്ല, പക്ഷെ അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ചില വികൃതികൾ കാണുമ്പോൾ, വികലമായ മനുഷ്യൻ്റെ രീതികൾ കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ടോ ചിരിയാണ് വരാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് കരച്ചിൽ വരുന്ന ചില സന്ദർഭമുണ്ട്. അതൊന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദേഹവിയോഗമാണ്. അതുപോലെ രണ്ടാമതൊരു കാര്യം മരണത്തെക്കുറിച്ച്, എൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. മൂന്നാമതൊരു കാര്യം നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിൽക്കേണ്ടി വരുന്ന സന്ദർഭത്തെക്കുറിച്ചാണ്. ഞാൻ ഇനി ഇവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ടത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നറിയാതെ ആ ഹിസാബിൻ്റെ നൃത്തത്തെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് കരച്ചിൽ വരാറുണ്ട്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു രോഗിയെ പോലെയാണ്. ആ രോഗിയുടെ അടുക്കൽ ഒരു ഡോക്ടറുണ്ട്. ആ രോഗി പലതും തിന്നാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡോക്ടർ പറയും അത് തിന്നരുത്, പിന്നെ അടുത്ത തിന്നാൻ അതും തിന്നരുത്. ഇങ്ങനെ അദ്ദേഹത്തിന് നിയന്ത്രണങ്ങൾ വെച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിയന്ത്രിച്ച് ഒരു ദിവസം അദ്ദേഹം രോഗത്തിൽ നിന്നും സുഖപ്പെട്ട് ആരോഗ്യവാനായിട്ട് വരും. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ. നമുക്ക് പലതും ചെയ്യാൻ തോന്നുന്നുണ്ടാവും, പലതും പറയാൻ തോന്നുന്നുണ്ടാവും. അള്ളാഹു പറയും അത് പറയരുത്, അള്ളാഹു പറയും അത് ചെയ്യരുത്. ഇങ്ങനെ അള്ളാഹു ഒരു ഡോക്ടറെ പോലെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ചെയ്യരുത്, അത് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്, നമ്മളുടെ സുഖത്തിന് വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ നമുക്ക് നിയന്ത്രണങ്ങളും നിയമങ്ങളും വെച്ചിട്ടുള്ളത്. ഒരു രോഗിക്ക് ഡോക്ടർ വെക്കുന്ന നിയമം പോലെയാണ് എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ രഹസ്യമായി ഒരു പാപം ചെയ്താൽ രഹസ്യമായൊരു പുണ്യവും കൂടെ ചെയ്യണം, പരസ്യമായൊരു പാപം ചെയ്താൽ പരസ്യമായൊരു പുണ്യവും ചെയ്യണം. അപ്പോൾ രഹസ്യമായി ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാകും രഹസ്യമായി ചെയ്ത പുണ്യം, പരസ്യമായി ചെയ്ത പാപത്തിൻ്റെ പരിഹാരമാകും പരസ്യമായി ചെയ്യുന്ന പുണ്യം. സൽമാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്,
ഒരു മനുഷ്യൻ അള്ളാഹുവിനെ രഹസ്യമായി ഓർക്കുക, അള്ളാഹുവിനെ സന്തോഷ സന്ദർഭത്തിൽ നന്ദി കാണിക്കുകയും ദുഃഖ സന്ദർഭത്തിൽ ക്ഷമിക്കുകയും ചെയ്താൽ, ആ സമയത്ത് പ്രയാസ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ദുആ കേൾക്കുമ്പോൾ മലായിക്കത്തുകൾ പറയും, പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ വരുന്നത്. എന്നാൽ സന്തോഷമുള്ള സമയത്ത് തോന്നിയതുപോലെ ജീവിക്കുകയും ദുഃഖവും പ്രയാസവും വരുമ്പോൾ ദുആ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പോൾ മലക്കുകൾ പറയും, തീരെ കേൾക്കാൻ സുഖമില്ലാത്തൊരു ശബ്ദമാണല്ലോ വരുന്നത് എന്ന് മലായിക്കത്തുകൾ പറയുമെന്ന് അദ്ദേഹം പറയാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ആദ്യം അങ്ങോട്ട് പോകുന്നത് നീ ആകരുത്, അവസാനം അവിടെ നിന്ന് വരുന്നതും നീ ആകരുത്. അത് ശൈത്താൻ്റെ പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് പോവുക, കഴിഞ്ഞാൽ ഉടനെ മടങ്ങി വരിക, അതിനുള്ള സ്ഥലമാണ് മാർക്കറ്റ്. അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ സമയത്ത് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനിയ ഒരു സഹചാരിയായിരുന്നല്ലോ. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവ് വിട്ടുപോകുന്ന ഓർത്തിട്ടുള്ള കരച്ചിലല്ല എൻ്റെത്, ആഖിറത്തിലേക്ക് എത്താൻ പോകുന്ന ഓർത്തിട്ടുള്ള കരച്ചിലുമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരു കാര്യം വാക്ക് പറഞ്ഞിരുന്നു, എന്നോട് നിർബന്ധിച്ച് ഒരു കരാർ എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. ആ കരാർ ഇങ്ങനെയാണ്: ഈ ലോകത്ത് ഒരു യാത്രക്കാരൻ യാത്രയിൽ സമ്പാദിച്ച് കയ്യിൽ കരുതുന്ന അത്രയും നീ കരുതിയാൽ മതി, ഒരുപാട് കരുതണ്ട. യാത്രക്കാരൻ്റെ ഒരു ബാഗിലുള്ള ഇടത്തോളം മതി ഈ ലോകത്ത് നിന്റെ കയ്യിലെന്ന് നബി എന്നോട് നിർബന്ധപൂർവം പറഞ്ഞു വെച്ചിരുന്നതാണ്. അതിലേറെ എൻ്റെ കയ്യിൽ സമ്പാദ്യം ഉണ്ടായല്ലോ എന്നോർത്തിട്ടാണ് ഇപ്പോൾ എൻ്റെ കരച്ചിൽ. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദേ, നീ ഒരു ഭരണപരമായ ചുമതല നിർവഹിക്കുന്ന ആളാണ്, നീതിപൂർവം വേണം വിധി കൽപ്പിക്കാൻ. ജനങ്ങളോട് അന്യായം ചെയ്യരുത്. ജനങ്ങൾക്ക് സമ്പത്തുകൾ വീതം വെക്കുമ്പോൾ അവിടെയും നീ നീതിപൂർവം തന്നെ വീതം വെക്കണം എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അപ്പോൾ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ ആലോചന സമ്പത്ത് കുറച്ച് കൂടി എന്നോർത്തിട്ടാണ്. പക്ഷേ കിട്ടിയ സമ്പത്ത് മുഴുവൻ സദഖ ചെയ്ത് ബാക്കി ചില്ലറ അധ്വാനം കൊണ്ട് ജീവിച്ചു പോന്നിരുന്ന ആളാണ് അദ്ദേഹം. ഷാബി റഹിമഹുല്ല പറയുന്നുണ്ട്, സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു യുദ്ധത്തിൽ നിന്ന് കിട്ടിയ ഒരു കുറച്ച് സുഗന്ധ ദ്രവ്യം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരു ചെറിയ സഞ്ചിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മരണസമയമായപ്പോൾ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ആ സഞ്ചിയിൽ നിന്ന് ആ സുഗന്ധ ദ്രവ്യം ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ടത് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് എൻ്റെ പരിസരം മുഴുവൻ തെളിക്ക്, പരിചയമില്ലാത്ത ഏതൊക്കെ സന്ദർശകർ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷത്തെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും വിശുദ്ധ ദീനുൽ ഇസ്ലാം അന്വേഷിച്ച് പോയി, പല യാത്രകൾ ചെയ്തു, പല വഴികളിലൂടെ കറങ്ങി, അവസാനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തി നബിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയത് മുതൽ നബിയെ ആശ്ലേഷിച്ച്, നബിയെ ചുംബിച്ച്, നബിയോടൊപ്പം ജീവിതം തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ മുഴുവൻ പകർത്തി. അവസാനം മലായിക്കത്തുകളുടെ സാന്നിധ്യം ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിച്ച് സുഗന്ധം പൂശി അദ്ദേഹം ഈ ലോകത്ത് യാത്രയായി. ഹിജ്റ 32 മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വഫാത്തായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കളുടെ സംഭവങ്ങളെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ.